ഹായ്, ഞാൻ സുധിൻ. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തിരി അധികം പോളിസികൾ കണ്ടിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും പേഴ്സണൽ ആക്സിഡന്റ് പോളിസികളായാലും ഒത്തിരി അധികം നമ്മൾ പോളിസികൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ വളരെ വ്യത്യസ്തമായി ഇന്നുവരെ ആരും ഒരു ഇൻഷുറൻസ് കമ്പനിയും ചെയ്യാത്ത വളരെ വ്യത്യസ്തമായ ഒരു പോളിസി, ആ പോളിസിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് SBI ജനറൽ പുറത്തിറക്കിയിരിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു പോളിസി, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു പോളിസി. അതായത് സൈബർ ചതിക്കുഴികളിൽ നിന്നും സൈബർ കൊള്ളക്കാരിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു പോളിസിയാണ്. ഇന്ന് ടെക്നോളജിയുടെ വളർച്ചയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ഇടുക, ഗൂഗിൾ പേ ടു ഗൂഗിൾ പേ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം നമ്മുടെ ഇന്ന് നിത്യജീവിതത്തിൽ ഓൺലൈനാണ്. നമ്മുടെ ഓൺലൈനിൽ എത്രമാത്രം നമ്മൾ വളരെ വളരെ നമുക്ക് ഈസിയായി നമുക്ക് ഒരു പ്രയാസമില്ലാതെ ചെയ്യാൻ സാധിക്കുന്നോ അതുപോലെ തന്നെയാണ് ഓൺലൈനിൽ നമുക്ക് റിസ്ക്കും വളരെ വളരെ കൂടുതലാണ്. നമ്മളെ അറിയില്ല, ഒരൊറ്റ ക്ലിക്കില് നമ്മുടെ അക്കൗണ്ടിലെ പേയ്മെന്റ് മറ്റൊരു വ്യക്തിക്ക് പോകുന്നു. നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയും, സാറിന്റെ മെസ്സേജിൽ വന്നിട്ടുള്ള ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാമോ, ഞാൻ ഇന്ന സ്ഥാപനത്തിലെന്നാ വിളിക്കുന്നത്. അപ്പൊ ആ OTP നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് നമ്മുടെ അക്കൗണ്ട് കാലിയാവും. നമ്മൾക്ക് ഏതെങ്കിലും ലിങ്ക് അയച്ചു തരും, അതിൽ ക്ലിക്ക് ചെയ്യും, അപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ പേയ്മെന്റും കാലിയാവും. ഇങ്ങനെ സൈബർ കൊള്ളക്കാർ ഇങ്ങനെ അതീവ ശ്രദ്ധയിൽ അവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൈസ നഷ്ടപ്പെടും. പൈസ നഷ്ടപ്പെടുമ്പോൾ എന്ത് വെച്ചാൽ നമ്മള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഇന്ന് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 100-ല് ഒരു 40% കംപ്ലൈന്റ് പരിഹാരം ഉണ്ടാവും, ബാക്കിയുള്ളതിന് പരിഹാരം ഉണ്ടാവില്ല. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ സ്റ്റേറ്റിന് പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് പുറത്തോ പുറം രാജ്യങ്ങളിലോ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോലീസ് മെനക്കെടാറില്ല. ഇനി മെനക്കെട്ടാലും അതിന് ടൈം എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു 60% ആൾക്കാർക്ക് ആ പൈസ തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. ചില ആൾക്കാർ ഇങ്ങനെയുള്ള കുറച്ച് നൂലാമാലകൾ ഉള്ളത് കാരണം അവരെ കേസിന് വേണ്ടി പോവാറുമില്ല. നമുക്കൊരു ലിങ്ക് വരുന്നു, എന്നിട്ട് പറയും നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പർച്ചേസ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്കൊരു സമ്മാനം അടിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് എഴുതിയിട്ട് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 200 രൂപ കിട്ടും, 500 രൂപ കിട്ടും, 50 രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലിങ്ക് വരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം തന്നെ നമ്മുടെ അക്കൗണ്ട് കാലിയാവും. അപ്പൊ ഇങ്ങനെ ഇതൊന്നും ചെയ്യണ്ട, സുഖമായി കിടന്നുറങ്ങിയാൽ മതി. ചിലപ്പോ നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് നൈജീരിയയിൽ ഇരിക്കുന്നവരോ പുറം ലോകത്തിരുന്ന് പുറത്ത് ഏതെങ്കിലും കൺട്രിയിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരോ നമ്മുടെ അക്കൗണ്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് നമ്മുടെ നിത്യജീവിതത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ശാശ്വത പരിഹാരമായിട്ടാണ് SBI ജനറൽ, ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമായ SBI ജനറൽ ഒരു പോളിസി, ഇതിന് പരിഹാരമായിട്ടൊരു പോളിസി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പോളിസിയുടെ പേരാണ് സൈബർ വോൾട്ട്. ഈ സൈബർ വോൾട്ട് പ്രത്യേകതകൾ, ഇതില് എന്തൊക്കെയാണ് കവറാവുക, ഇത് ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകാം. സൈബർ വാൾ, ഈ പോളിസി കാലാവധി 1 year ആണ്, 1 വർഷത്തെ കാലാവധിക്കുള്ള പോളിസിയാണ്.
മിനിമം 18 വയസ്സ് തികഞ്ഞവർക്ക് ഈ പോളിസി എടുക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല. ഇത് ഇൻഡിവിജ്വലായിട്ട് എടുക്കാം, ഫാമിലി ആയിട്ടും എടുക്കാം. ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ. ഇൻഡിവിജ്വലായിട്ടും ഈ പോളിസി എടുക്കാം. അപ്പോൾ നമുക്കിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ കവറേജായി വരിക എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. theft of fund. ആദ്യത്തെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കാലിയാകുന്ന കാര്യമാണ്. അതായത് സൈബർ കൊള്ളക്കാർ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ ആയാലും OTP എടുത്തുകൊണ്ടായാലും അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തായാലും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഏത് രീതിയിലായാലും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു, നമ്മുടെ അക്കൗണ്ടിലെ പൈസ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള അതിന് കവറേജ് കിട്ടുന്നു. അതാണ് ഈ ആദ്യത്തെ ഇതിലുള്ള ഒരു ബെനിഫിറ്റ്. Identity theft. ഈ സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ നമ്മുടെ പൈസ, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ മറ്റൊരു ഏതെങ്കിലും രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഐഡന്റിറ്റി മിസ്യൂസ് ചെയ്ത് എടുക്കുക, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡൊക്കെ ഉണ്ടാക്കി പിന്നെ ഷോപ്പിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കുകയോ അല്ലാതെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആ പേയ്മെന്റ് നമുക്ക് തിരികെ കിട്ടും. അതാണ് ഇതിൽ വരുന്ന ഈ കവറേജ്. ഡേറ്റ റീസ്റ്റോറേഷൻ या മാൽവെയർ ഡീകണ്ടാമിനേഷൻ. ഈ മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പിലോ ഫോണിലോ കിടക്കുന്ന ഡാറ്റ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ആ ലിങ്ക് വഴി നമ്മുടെ ഡാറ്റ പിന്നെ മറ്റൊരാള് ന്റെ കയ്യിലെത്തുക, മോഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഡാറ്റാസ് എല്ലാം അവര് കരസ്ഥമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന്റെ കംപ്ലീറ്റ് ചെലവ്, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾക്കുള്ള ചെലവുകളെല്ലാം ഈ ഇതില് കവറേജ് ആവും. അതാണ് ഈ മൂന്നാമത്തെ ഇതിലുള്ള. സൈബർ ബുള്ളിയിങ്, സൈബർ സ്റ്റോക്കിംഗ് ആൻഡ് ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഈ നാലാമത്തേൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേഴ്സണൽ ഡാറ്റ മോഷ്ടിക്കപ്പെടുകയും അതിൽ നമ്മൾക്ക് ഹറാസ്മെന്റ് സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ നിയമ നടപടികളെല്ലാം നമ്മൾ ചെയ്യുന്നതിലേക്കൊക്കെയുള്ള പേയ്മെന്റ്, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ കവറേജ് ആവും. സൈബർ എക്സ്റ്റോർഷൻ. ഇതിൽ അഞ്ചാമത്തേൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹറാസ്മെന്റ് ചെയ്ത് ക്രിമിനൽ ആൾക്കാർ വഴി നമ്മൾ പൈസ ചോദിക്കുക, പൈസ ആവശ്യപ്പെടുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാമാണ് ഇതിൽ കവറേജ് ആവുന്നത്. ഇതിലും എന്തെങ്കിലും ഫൈനാൻഷ്യൽ നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും നമ്മൾ ഹറാസ്മെന്റ് ചെയ്ത് പൈസ ആവശ്യപ്പെട്ട് നമ്മൾ പൈസ കൊടുത്തു, അങ്ങനെയുള്ള ലോസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൽ നമുക്ക് ഫുൾ കവറേജ് കിട്ടും. ഓൺലൈൻ. ഈ ആറാമത്തെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശരിയല്ലാത്ത സൈറ്റുകളിൽ കയറി നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയും നമ്മുടെ കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്താൽ, ഏതെങ്കിലും അത്തരത്തിലുള്ള സൈറ്റുകൾ, അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന സൈറ്റുകളിൽ നിന്നും നമ്മൾ കയറി സാധനങ്ങൾ വാങ്ങുകയും അങ്ങനെ നമ്മുടെ പൈസ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റിക്കവറായി അത് കറക്റ്റായിട്ട് തിരികെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കവറേജാണ് ഇതിലുള്ളത്. ഓൺലൈൻ സെയിൽ. ഈ പ്ലാനിലുള്ളതെന്ന് പറഞ്ഞാൽ, ഏഴാമത്തെ ഈ പ്ലാനിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വിറ്റു,
സാധനം വിറ്റിട്ട് അയാള് അതായത് വാങ്ങിയ ആള് നമുക്ക് പൈസ തരാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ലോസൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിക്കവർ ചെയ്ത് നമുക്ക് അത് എടുക്കാൻ സാധിക്കും. അത്രയ്ക്കുള്ള ആ പേയ്മെന്റ് എത്രയാണോ നമുക്ക് ലോസ് ആയ ആ പേയ്മെന്റ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരിച്ചു തരും. അതാണ് ഈ 7ാമത്തെ ഇതില് വരുന്നത്. Social media and media liability. അതായത് 8ാമത്തെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ബുക്സ് ഒക്കെ നമ്മൾ സെല്ല് ചെയ്തു. അപ്പോൾ സെല്ല് ചെയ്തപ്പോൾ ഒരു കോപ്പി റൈറ്റിന്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കേസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള കവറേജ്, അതിനുള്ള പേയ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വസൂൽ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ലയബിലിറ്റി. ഈ 9ൽ വരുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഒരാള് വേറൊരാൾക്ക് ഡാറ്റ അയക്കുന്നു, അപ്പോൾ ആ ഡാറ്റ അതായത് എററായിപ്പോയി അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ വരുമ്പം തമ്മിൽ പരസ്പരം പ്രത്യേകിച്ച് ആ ആള് കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ആ കേസിനുള്ള കംപ്ലീറ്റ് ചെലവുകളും കാര്യങ്ങളെല്ലാം ഇതിൽ കവറേജ് ആവും. പ്രൈവസി ആൻഡ് ഡേറ്റ ബ്രീച്ച് ലയബിലിറ്റി. പ്രൈവസി ആൻഡ് ഡേറ്റ ബ്രീച്ച് ബൈ തേർഡ് പാർട്ടി. ഈ 10ഉം 11 ഇത് രണ്ടിലും വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ കുറച്ച് ഡാറ്റ ഉണ്ടായിരുന്നു. ഈ ഡാറ്റ എന്തെങ്കിലും കാരണവശാൽ ഇത് ലീക്കായി പുറത്തു പോയിട്ട് ആ കസ്റ്റമർ അറിഞ്ഞു. ആ കസ്റ്റമർ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഈ ഡാറ്റ ചോർന്നു പോയി, അതിനെതിരെ ആ കസ്റ്റമർ പിന്നെ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അതിന്റെ ഡിഫൻസിന് വേണ്ടി അത് നിയമപരമായി നേരിടുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാവിധ ചെലവുകളും പിന്നെ ഇൻഷുറൻസ് കമ്പനി നൽകുന്നു. അതാണ് ഈ 10ഉം 11ഉം ഇതില് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്മാർട്ട് ഹോം കവർ. സ്മാർട്ട് ഹോം കവർ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്മാർട്ട് TV എന്തെങ്കിലും ഹാക്കായതിനു ശേഷം അതിൽ കിടക്കുന്ന ഡാറ്റ മോഷ്ടിക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോഴും അല്ലാതെ ആ മോഷ്ടിക്കപ്പെട്ട ഡാറ്റാസ് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കുന്നതിലേക്ക് വേണ്ടിയും അല്ലാതെ നിയമപരമായി നമുക്ക് അതിനെ ഹാക്ക് ചെയ്ത ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നതിനും അങ്ങനെയുള്ള കോർട്ട് ചാർജ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം കവർ ആയി വരുന്നതാണ് ഈ സ്മാർട്ട് ഹോം കവറിൽ വരുന്ന. Liability for intentional misbehavior of underage person. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ പോസ്റ്റുകൾ ഇടുകയോ അതിനെതിരെ കേസ് വരികയോ കുട്ടികളുടെ പോസ്റ്റ് ഇടുകയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നിയമപരമായി നേരിടേണ്ടി വരുന്ന കംപ്ലീറ്റ് ചെലവുകൾ കാര്യങ്ങളെല്ലാം ഇതിൽ കവറേജ് ആയി വരും. അതാണ് ഈ 13ൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത്രയും പ്ലാനുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളാണ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഏതാണ്ട് പ്രീമിയം ഒരു 5 ലാഖിന് ഏറ്റവും ആദ്യത്തെ ഒരു അക്കൗണ്ട് കാലിയാവുന്ന ആ ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5 ലാഖിന് ഒരു 500 സംതിങ് രൂപ, അതായത് 502, 510 ആ രീതിയിലൊക്കെ ആവുള്ളൂ. ബാക്കിയുള്ള ഓരോ പ്ലാനുകളും നമ്മൾ ആഡ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അതിന്റെ പ്രീമിയം കൂടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്ലാനുകൾ മാത്രം ഇതിൽ സെലക്ട് ചെയ്യാം. നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം സെലക്ട് ചെയ്ത് വേണമെങ്കിലും പോളിസി എടുക്കാം. ഏതാണ്ട് 1 crore വരെ, അതായത് 1 കോടി രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഈ പോളിസിയെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നന്ദി, നമസ്കാരം.